ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെസഹ വ്യാഴമല്ലേ, അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ്. പെസഹ അപ്പവും പാലും ഉണ്ടാക്കുന്നത്, പിന്നെ പള്ളിയിൽ പോകുന്നതെല്ലാം കുറച്ച് കുഞ്ഞു വിശേഷമായിട്ട് നമ്മൾ ഇടുന്നതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. പച്ചരി വേണം, ഇത് നമ്മൾ കുതിർത്ത് വെച്ചതാണ്. ജീരകം വേണം, പിന്നെ ഉള്ളി വേണം, കൊച്ചുള്ളിയാണ് ഇത്. പിന്നെ നമ്മൾ കിരുത്തോല, നമ്മള് പെസഹ അപ്പം ഉണ്ടാക്കുന്നതിന്റെ മുകളിൽ കുരിശ് വരയ്ക്കാനുള്ളതാണ്. നമ്മൾ ഓശാന നിറച്ച് നമ്മളെ പള്ളിയിൽ നിന്ന് കിട്ടത്തില്ല, ആ കിരുത്തോലയാണ്. പിന്നെ ഉഴുന്ന് വേണം, 1 ബൗൾ ഉഴുന്ന് വേണം, അത് നമ്മൾ സോക്ക് ചെയ്തതാണ്. പിന്നെ തേങ്ങ വേണം, ഇത് നമ്മൾ ആവശ്യത്തിന് എടുക്കത്തുള്ളൂ. പെസഹ പാലിനും കൂടെ ഉള്ളതാണ്, അപ്പം രണ്ടിനും കൂടെയാണ് നമ്മൾ തിരി വെച്ചത്. അതിന് 1 ബൗൾ തേങ്ങയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മിക്സിയുടെ ജാർ എടുത്തിരിക്കുകയാണ്, അതിലേക്ക് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ബൗള് ഉഴുന്നില്ലേ, ആ ഉഴുന്നിട്ട് കൊടുക്കാം. ഒരു ബൗള് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചരിയുടെ അളവ് പറഞ്ഞില്ലല്ലോ, ഈ ബൗള് 2 ബൗളാണ് നമ്മൾ എടുത്തത് പച്ചരിയുടെ. പിന്നെ കുറച്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ജീരകം, ഒരു നുള്ളി ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം. ഇതിനി നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഒരു തരിതരിപ്പും ഇല്ലാതെ നല്ല ഫൈനായിട്ട് നമ്മളെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. ഇതിനി 30 മിനിറ്റ് കഴിഞ്ഞാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുവരെ നമുക്ക് റെസ്റ്റിന് വെക്കാവേ. നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒന്നും ചേർക്കലും, നല്ല കുറുകി വരണം. ഇങ്ങനെ കുറുകി വേണം ഇരിക്കാൻ. ഇനി ഇത് നമുക്ക് 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കാം. 30 മിനിറ്റിന് ശേഷം നമുക്കിനി ഉണ്ടാക്കാം. പുളിപ്പില്ലാത്ത അപ്പം നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിക്കാം. നെയ്യോ വെളിച്ചെണ്ണയോ ഒഴിച്ചാൽ മതി. ഇതിനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച ഈ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനെ നമുക്ക് ടാപ്പ് ചെയ്ത് അതിലുള്ള എയർ ബോൾസ് എല്ലാം നമുക്ക് മാറ്റാം. ഇനി നമുക്ക് ഓശാനയ്ക്ക് കിട്ടിയ കിരുത്തോല വെച്ച് കൊടുക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രാർത്ഥന പഠിച്ചിട്ട് വേണം ചെയ്യാൻ. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യേണ്ടതാണ്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പുളിപ്പില്ലാത്ത അപ്പം ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പെസഹ പാലുണ്ടാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. കരിപ്പോട്ടി ഉരുക്കി വെച്ചത്, കരിപ്പൊട്ടിയല്ല, ശർക്കര ഉരുക്കി വെച്ചത്, പിന്നെ 1-ാം പാല്, ഇത് 2-3 പാല്, പിന്നെ ചുക്ക് പൊടിച്ചത്, പിന്നെ അരിമാവ് 3-ാം പാലിൽ ഇച്ചിരി എടുത്ത് കലക്കി വെച്ചിരിക്കുന്നത്. ഇനി അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് അരിമാവ് മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. 2-3 പാലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടിയാവും. നമ്മൾ മാവ് ഇളക്കി ഒഴിച്ചില്ലേ, അത് കട്ടിയാവാൻ ചാൻസ്. ഇത് നല്ലതുപോലെ കുറുകി വരട്ടെ. ഉപ്പിട്ട് കൊടുക്കാം, മധുരം ബാലൻസ് ചെയ്യാം.
ഇതിലേക്ക് ഇനി ചുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലതുപോലെ ഇരുന്ന് കുറുകട്ട്. ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് 1 പാല് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെസ പാൽ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പെസ പാൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുരിശടയാളത്തിൽ വേണം. ഇത് ഇളക്കുകയും ചെയ്യാനും പിന്നെ വിശ്വാസ പ്രമാണം നമ്മൾ പഠിക്കുകയും വേണം. ഇത് ഇത്രയും വിശ്വാസത്തോടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പെസപ്പവും പാലും. ഇനി നമുക്ക് പള്ളിയിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം പ്രാർത്ഥനയെല്ലാം പഠിച്ച് നമുക്ക് പെസപ്പവും പാലും കഴിക്കാം. അപ്പം ഇനി നമുക്ക് പള്ളിയിലോട്ട് പോകേണ്ട സമയമായി വരുന്നുണ്ട്. അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പെസപ്പവും പാലും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വീട്ടിലെത്തി. പള്ളിയിലുള്ള വീഡിയോസ് ഒന്നും നമ്മൾ എടുത്തില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അത് കാരണം നമ്മൾ വീഡിയോസ് ഒന്നും അവിടുത്തെ എടുത്തില്ല പള്ളിയിൽ. ഇനി നമുക്ക് അപ്പം മുറിക്കലിലോട്ട് പോവാം. അതിന് മുമ്പ് പ്രാർത്ഥന ഉണ്ട്. അപ്പം പ്രാർത്ഥിച്ചിട്ടൊക്കെ നമുക്ക് അപ്പം മുറിക്കാം. അപ്പവും പാലും കഴിക്കാം. എന്നിട്ട് ഈജിപ്തിൽ നിന്ന് പുറത്തു വന്ന ഈ ദിവസം നിങ്ങൾ അനുസ്മരിക്കണം. കർത്താവാണ് തന്റെ ശക്തമായ കരത്താൽ നിങ്ങളെ അവിടെ നിന്നും മോചിപ്പിച്ച് ഈ ദിവസം ആരും. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയൊക്കെ പഠിച്ച് നമുക്ക് അപ്പം കുറിക്കലിലോട്ട് പോകാം. പ്രാർത്ഥന ഫുള്ളൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഫോണിലൊക്കെയാണ് പ്രാർത്ഥനയൊക്കെ കിടന്നത്. അത് കാരണം ഫുള്ള് എടുത്തില്ല. ബൈബിൾ വായിക്കുന്ന കുറച്ചെടുത്തോളൂ. കുറച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ പാലും കൂടെ ഒഴിച്ച് നമുക്ക് കഴിക്കാം. ഇങ്ങനെ പാലിങ്ങനെ മുഴുവൻ ഒഴിക്കണം. എന്നിട്ട് ഇങ്ങനെ ആ പാലുമായിട്ട് ഇങ്ങനെ എടുക്കും, കഴിക്കാം. അങ്ങനെ നമ്മള് പാലും ഒപ്പൊക്കെ കഴിച്ച് ഇനി നമുക്ക് അത് അപ്പുറത്തെ അയൽക്കാർക്കൊക്കെ കൊടുക്കാം. അപ്പം നമുക്ക് അവിടെയൊക്കെ കൊടുത്തിട്ടൊക്കെ വരാം. അതൊന്നും ഞാൻ വീഡിയോ എടുക്കുന്നില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നാളെ കാണാൻ. ടാറ്റ, ബൈ, സീ യു.